ഓം മനസുന്യൈ നമ. ഓം മാനവൈത്യൈ നമ. ഓം മഹേശ്വൈ നമ. ഓം മംഗളാകൃതയേ നമ. ഓം വിശ്വമാത്രേ നമ. ഓം ജഗദ്ധാത്രൈ നമ. ഓം വിശാലാക്ഷൈ നമ. ഓം വിരാഗിണ്യൈ നമ. ഓം പ്രഗൽഭായൈ നമ. ഓം പരമോദാരായ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി സ്തുതിച്ചിടുന്നേൻ. എന്താ നിർത്തിയത്? സൗദാമിനി വായിച്ചോളൂ. ഇത്ര ഉച്ചത്തിൽ ചൊല്ലണമെന്നുണ്ടോ? ശ്രീകൃഷ്ണൻ വേടന്റെ അമ്പ് കൊണ്ട് ചത്തുപോയില്ലേ? ഇപ്പൊ മഹാവിഷ്ണു അല്ലേ ഉള്ളൂ. അദ്ദേഹം അങ്ങ് പാലാഴിയിലല്ലേ, അവിടം വരെ കേൾക്കണ്ടേ? ഈശാവാസ്യമിതം സർവം. ഇവിടെയുള്ള സർവചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്നർത്ഥം. എങ്കിൽ പിന്നെ ഈ പടങ്ങളൊക്കെ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ പതറിപ്പോകാതിരിക്കാൻ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ വലിയ ശക്തിയുടെ പ്രതീകങ്ങൾ മാത്രമാണ് വിഗ്രഹവും പടങ്ങളുമൊക്കെ. ഞാൻ ശ്രീകൃഷ്ണനെ പറ്റി മാത്രമേ പാടൂ. ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ, ആതങ്കമെല്ലാം അകറ്റിടേണേ കൃഷ്ണ. ജോൺസൺ, നിന്റെ തരികിട കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. റസാക്ക് നിനക്ക് തന്ന 25 ലക്ഷവും എൻ്റെ പണമാണ്. റിസ്ക് എടുത്ത് കൈക്കൂലി വാങ്ങി ചേർത്ത് വെച്ച പണം. മര്യാദയ്ക്ക് ചാക്കോ ചക്കരക്കാട്ടിലിൻ്റെയും റസാക്കിൻ്റെയും പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്ക്. ദേ, ഞാൻ ആരാണെന്നറിയാമല്ലോ. ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ നീ ജയിലിലാവും. അതിനകത്ത് വെച്ച് തന്നെ നിന്റെ അന്ത്യവും സംഭവിക്കും. തടവുകാർ തമ്മിൽ സംഘടനം, ഒരാൾ മരിച്ചു എന്നായിരിക്കും പത്രവാർത്ത. അല്ല, റഹീം സാറ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങയുടെ സബോർഡിനേറ്റ് ആ ഇൻസ്പെക്ടർ രഘുവരൻ നിഴലുപോലെ എൻ്റെ പിന്നാലെ നടക്കുന്നു. ഞാൻ രജിസ്ട്രാറുടെ ഓഫീസിൽ വരുന്ന ദിവസം നോക്കിയിരിക്കുകയാണ് ഇൻസ്പെക്ടർ രഘു എന്നെ അറസ്റ്റ് ചെയ്യാൻ. ആ സ്ത്രീ എന്താ അവളുടെ പേര്? ആ, ലളിത രവീന്ദ്രൻ. ആ കക്ഷി ഇപ്പം എവിടെയുണ്ട്? സത്യം പറ, നീ തട്ടിക്കളഞ്ഞോ അതോ അവളും നീയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വീട്ടിൽ കഴിയുന്നു? ലളിത എൻ്റെ പ്രൊട്ടക്ഷനിലാണ് സാർ. അവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു വരുത്തുന്നതാണ്. ആ ശരി, അതെങ്ങനെയല്ലോ ആവട്ടെ. രഹസ്യമായി വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ നടത്താനുള്ള സാഹചര്യം ഞാനുണ്ടാക്കാം. നീ സഹകരിച്ചാൽ മതി. പിന്നെ അല്ല, ഈ ലളിതയെ കൊല്ലാണെന്ന് എനിക്ക് ഉദ്ദേശമില്ല സാർ. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചുപോയി ബന്ധുക്കളുമായിട്ട് ചേർന്നാൽ ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. മനസ്സിലാവുന്നുണ്ടല്ലോ സാർ? എനിക്ക് തന്ന പവർ ഓഫ് അറ്റോർണി സ്ഥാനം അവർ ക്യാൻസൽ ചെയ്താൽ സാറ് റസാക്കിൻ്റെ പേരിൽ തന്ന 25 ലക്ഷവും പോക്ക് തന്നെ. പിന്നെ കാര്യങ്ങൾ സുഗമമായിട്ട് നടത്താനൊരു വഴിയുണ്ട്. ലളിതയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് മറ്റൊരാളാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കണം. അല്ല, ഈയിടെയായി നമ്മുടെ മാധ്യമങ്ങൾ ചില പുതിയ പ്രയോഗങ്ങൾ ഭാഷയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഭൂമാഫിയ, കൊട്ടേഷൻ പാർട്ടികൾ തുടങ്ങിയവ. ഞാൻ പിടിക്കപ്പെട്ട ഞാനും റസാക്കിലൂടെ സാറും ദാ ഈ നിൽക്കുന്ന ചാക്കോ ചക്കരക്കാട്ടിലും എല്ലാം ആദ്യത്തെ വകുപ്പിൽ വരും. ഭൂമി മാഫിയ. പിന്നെ ലളിതയുടെ മകളുടെ ഭർത്താവ് സുനിൽകുമാർ ഇടയ്ക്ക് ലളിതയുമായി ഉടക്കി പിരിഞ്ഞിരുന്നു. ലളിതയുടെ മകൾ കോമളം ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് ലോക്യത്തിലാണെന്നും പറഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു. ആ സംഭവത്തിന് ഞാനും സാക്ഷിയാ. സുനിൽകുമാറാണ് മദർലായെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് ലളിതയുടെ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കണം. അപ്പോ ആളുകളുടെ ശ്രദ്ധ സുനിൽകുമാറിലോട്ട് തിരിയും. അല്ല, ഈ കോടതി എപ്പോഴും നോക്കുന്നത് ഒരു കുറ്റത്തിന്റെ പിന്നിലുള്ള മോട്ടീവിനെ കുറിച്ചാണല്ലോ. അമ്മായിയമ്മയുമായി പിണങ്ങിക്കഴിയുന്ന മരുമകൻ എന്ന് പറയുമ്പോൾ കഥ വിശ്വസനീയമാകും. അങ്ങനെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താം. സാറെന്ത് പറയുന്നു? കൊള്ളാം. നിന്നെ പോലെ ബുദ്ധിയുള്ള ക്രിമിനലുകളെയാണ് ഈ നാടിന് ആവശ്യം. സമ്മതിച്ചല്ലോ. സുനിലിനെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ. ജോൺസൺ ലളിതയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മീറ്റിങ്ങിന്. അതിന്റെ അർത്ഥം അയാൾ തട്ടിക്കൊണ്ടുപോയെന്നാണോ? ആ ക്രിമിനലിന് പല പേരുകളുണ്ട്.
4 പേരുകളിൽ അയാൾക്ക് പാസ്പോർട്ടുണ്ട്. എങ്കിൽ താൻ ആ ക്രിമിനലിനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യാത്തെന്ത്? എടോ, ലളിത എന്ന സ്ത്രീ ഒന്നും അന്വേഷിക്കാതെ അയാളെ മാനേജരാക്കൂ. അറിഞ്ഞിടത്തോളം അവരൊരു വിവരം കെട്ട സ്ത്രീയാണ് സർ. ജോൺസൺ ലളിതയുടെ PA ഹോൾഡറാണിപ്പോൾ. അവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ ജോൺസൺ എന്താണ് അവകാശം? അയാൾ എങ്ങനെ PA ഹോൾഡറായി? അവർ മാനസികമായി അടുത്ത് കാണും. ലളിത ജോൺസൺ എന്ന അന്യമതക്കാരനുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നുവെന്നറിഞ്ഞ് ലളിതയുടെ ഏറ്റവും അടുത്ത ബന്ധു അവരെ കൊന്നുകളഞ്ഞതായിക്കൂടെ? സാർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരായിരിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. രവീന്ദ്രൻ ലളിതയുടെ ഭർത്താവാണ് പുറമേ, പക്ഷേ അകമേ ലളിതയാണ് യഥാർത്ഥ ഭർത്താവ്. ലളിതയുടെ കൂടെ നിശബ്ദം ജീവിച്ച ഒരു പാവം ഭർത്താവ്. അയാൾ ഭീരുവാണ്. ഭാര്യയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുകയില്ല. എന്റെ സംശയം ചെന്ന് നിൽക്കുന്നത് ലളിതയുടെ മകളുടെ ഭർത്താവിലാണ്. സുനിലോ? സർ, അത് തെറ്റായ കണക്കൂട്ടലാണ്. മദർ ലോയെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാ വാതിലുകളിലും മുട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ചെറുപ്പക്കാരനാണ്. സുനിൽ രഘുവിന്റെ ഫ്രണ്ടാണോ? അല്ല സർ, മിസ്റ്റർ രവീന്ദ്രനും സുനിലും കൂടി ലളിത ഡിസപ്പിയർ ആയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്നു. അന്നാണ് ഞാൻ അയാളെ ആദ്യമായി കാണുന്നത് തന്നെ. എന്നാൽ നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത അനവധി വിഷയങ്ങൾ സുനിലിനെ സംബന്ധിച്ച് എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് എഴുതി കൊടുക്കാത്തതിന്റെ പേരിൽ സുനിൽ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ബന്ധത്തിൽപ്പെട്ട വേറൊരു പെണ്ണുമായി ഊരു ചുറ്റി. ജോൺസൺ ലളിതയുടെ PA ഹോൾഡറായി വസ്തുക്കൾ വിൽപ്പന നടത്താൻ അഡ്വാൻസ് വാങ്ങിയപ്പോൾ ആ വിൽപ്പന നടക്കാതിരിക്കാൻ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നതിനുള്ളിൽ മദർ ഇൻ ലോയെ കൊന്നാൽ പിന്നെ കോടതിയിൽ കയറി ഇറങ്ങാമല്ലോ. സാറ് പറയുന്നത് കേട്ടിട്ട് ഒരു കെട്ടുകഥ പോലെ തോന്നുന്നു. നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് നിരപരാധികളെ പ്രതികളാക്കരുത് സാർ. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചാക്കോ ചക്രക്കാട്ടിലിനെയും റസാക്കിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത്? അവർ നിരപരാധികളല്ലേ? ലളിതയുടെ PA ഹോൾഡറാണ് ജോൺസൺ. ലളിതയുടെ പേരിലുള്ള സ്വത്തുക്കൾ വിൽക്കാൻ അവർ തന്നെ അയാളെ ചുമതലപ്പെടുത്തി എന്നാണ് അതിനർത്ഥം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങാൻ 50 ലക്ഷം അഡ്വാൻസായി കൊടുത്തത് ക്രിമിനൽ കുറ്റമാണോ? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചാക്കോ ചക്രക്കാട്ടിലിനെയും റസാക്കിനെയും കസ്റ്റഡിയിലെടുത്തത്? അവരെ ചോദ്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫറായി പോയ SP ജേക്കബ് തോമസ് സാറാണ്. ആ, വെറുതെ അല്ല അങ്ങേരെ നിലം തൊടാതെ ഹോം മിനിസ്റ്റർ പറഞ്ഞു വിട്ടത്. ആ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ സുനിലിനെ കൂട്ടിക്കൊണ്ടുവാ. സോറി സർ, എനിക്കത് ബുദ്ധിമുട്ടാണ്. സംശയകരമായ സാഹചര്യമോ തെളിവോ ഇല്ലാതെ നമ്മൾ അന്വേഷിക്കുന്ന സ്ത്രീ മരിച്ചോ അതോ ജീവിച്ചിരിക്കുന്നോ എന്ന ഉറപ്പ് പോലും ഇല്ലാതെ, സംശയം പോലും ഇല്ലാതെ ഒരാളുടെ പേരിൽ കൊലക്കേസ്. ചാക്കോയുടെയും റസാക്കിൻ്റെയും കാര്യത്തിൽ എന്ത് തെളിവുണ്ടായിരുന്നു നിങ്ങൾക്ക്? അവർ ലളിതയുടെ വസ്തുവിന് 50 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് ജോൺസൺ എന്ന ആളിൻ്റെ അഡ്രസ്സോ ഫോൺ നമ്പരോ അറിയില്ലെന്ന് പറയുന്നു. ചാക്കോയെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അയാളൊരു സത്യം പറഞ്ഞു. അഡ്വാൻസായി കൊടുത്ത 50 ലക്ഷത്തിൽ 45 ലക്ഷവും ബ്ലാക്കാണെന്ന്. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം സാർ? ജോൺസണുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റസാക്കിനെ ഞാൻ പിടികൂടിയത്. അയാളും പറഞ്ഞു ജോൺസന്റെ ഫോൺ നമ്പർ അറിയില്ലെന്ന്. ആ, ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കണക്കൊന്നും നിങ്ങൾ നോക്കണ്ട. അത് അന്വേഷിക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആധാരത്തിൽ വില കുറച്ച് വെച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനും വേറെ വകുപ്പുണ്ട്. മനസ്സിലായോ? ആ, താൻ പോയി സുനിലിനെ വിളിച്ചുണ്ടോ? എനിക്ക് അവനോട് സംസാരിക്കണം. സോറി സർ, അബ്ദുൾ റസാക്ക് സാറിൻ്റെ ബന്ധുവാണെന്ന് എനിക്കറിയാം. അബദ്ധവശാൽ സാറ് തന്നെയാണത് എന്നോട് പറഞ്ഞത്. എടോ, ഞാൻ പറയുന്നത് താൻ ആദ്യം അനുസരിക്കേ. ആദ്യം വസ്തുവിൻ്റെ ആധാരം നടക്കട്ടെ, പിന്നെ നമുക്ക് ജോൺസനെ കസ്റ്റഡിയിൽ എടുക്കാം. സോറി സർ. ഫസ്റ്റ് ഒബേ വാട്ട് ഐ സേ. കം വിത്ത് മീ. സുനിലിൻ്റെ വീട്ടിലേക്ക് ഞാനും വരാം. ഇത് വാങ്ങിയാലോ? ഏഷ്യൻ പെയിന്റ്സ്
1678 രൂപ 60 പൈസ. ഒരു ഷെയറിന് 1678 രൂപ 60 പൈസയോ? ചില കമ്പനികളിൽ ഷെയറിന്റെ അടിസ്ഥാന വില കുറവായിരിക്കും. ഒരു ഷെയറിന് 10 രൂപ മാത്രം വിലയുള്ള കമ്പനികളും ഉണ്ട്. ദേ, ഇത് കണ്ടില്ലേ? BHEL 2384 രൂപ 80 പൈസ. ബജാജ് ഓട്ടോ 520 രൂപ 40 പൈസ. റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, റിലയൻസ് ഇൻഫ്ര, റിലയൻസ് നാച്ചുറൽ, ടാറ്റ പവർ 1461 രൂപ 75 പൈസ. ഇങ്ങനെ ഓരോന്ന് വായിച്ച് സമയം കളയാതെ മാർക്കറ്റിന്റെ ട്രെൻഡ് അറിയാവുന്നവരുമായിട്ട് ആലോചിക്കേ. മുഴുവൻ പണവും ഒരു കമ്പനിയും മുടക്കണ്ട. നീ ഇപ്പൊ കൈ വെച്ചിരിക്കുന്ന പൊളിഞ്ഞുവെന്ന് നീ കരുതുന്ന കമ്പനിയുടെ ഷെയറും കുറച്ച് കയ്യിലിരിക്കട്ടെ. ബാക്കി പണം 5-6 കമ്പനികളിലായിട്ട് മുടക്ക്. അതാണ് ബുദ്ധി. ഏതായാലും ഇപ്പൊ വില കൂടിക്കൊണ്ടിരിക്കണമേ. കണ്ടില്ലേ, സെൻസെക്സ് അപ്പാണ്, നിഫ്റ്റി അപ്പാണ്. അതായത് മൊത്തത്തിൽ ഷെയർ മാർക്കറ്റിന് ഉണർവുള്ള സമയം. മാർക്കറ്റിന് ഉണർവുള്ളപ്പോഴാണ് ഷെയറുകൾ വിൽക്കേണ്ടത്. മാർക്കറ്റിന് തളർച്ച വരുമ്പോൾ ഷെയർ വാങ്ങി സൂക്ഷിക്കണം. നല്ലതുപോലെ പഠിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച ഒരാൾക്കും നഷ്ടം വരില്ല. എടുത്തിയാട്ടം കാണിക്കുന്നവരാണ് ചെന്ന് കുഴി വീഴുന്നത്. പോലീസാ? കോമളം, നിന്റെ അമ്മ അവര് കണ്ടുപിടിച്ചാണ്. എല്ലാം കൊണ്ട് നല്ല സമയം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇദ്ദേഹം DOSP അബ്ദുൾ റഹീം സാർ. നമസ്കാരം സാർ. ഇങ്ങോട്ടിരിക്കാം. മിസ്റ്റർ സുനിലിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ലളിത രവീന്ദ്രനെ ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സുനിലിന് അറിയാമല്ലോ. ആ കാര്യം സംസാരിക്കാനാണ്. സുനിൽ സ്റ്റേഷൻ വരെ വരണം. ലളിതയെക്കുറിച്ചറിയാൻ എന്റെ മോനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താണ് സാർ? സാറിന് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ. ദേ, ലളിതയുടെ മകൾ കോമളം ഇവിടെയുണ്ട്. കോമളവുമായി ഞാൻ പിന്നീട് സംസാരിച്ചോളാം. തൽക്കാലം സുനിലിൽ നിന്നാണ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാനും സുനിലിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാം. വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കാം. ഒരു കേസ് തെളിയിക്കാൻ ഇറങ്ങുമ്പോൾ പോലീസിന് പല വഴികളും നോക്കേണ്ടി വരും. സുനിൽ, ഒന്ന് ജീപ്പിൽ കയറ്. പോലീസുകാര് വീട്ടിൽ വന്ന് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ കാര്യമായ എന്തോ കുഴപ്പം കാണിച്ചു എന്നർത്ഥം. സാർ, ജോൺസൺ പേര് കേട്ട ക്രിമിനലാണെന്ന് എല്ലാവർക്കും അറിയാം. 4 പേരുകളിൽ അയാൾക്ക് പാസ്പോർട്ട് ഉണ്ടെന്ന് പത്രത്തിൽ വരെ വന്നു. അയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്താൽ അമ്മായി എവിടെ ഉണ്ടെന്ന് അറിയാം. ഒരിക്കൽ അയാൾ ഇൻസ്പെക്ടർ സാറിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ചില സംശയങ്ങൾ അവശേഷിക്കുന്നു. സുനിൽ മറുപടി പറയേണ്ട ചില സംശയങ്ങൾ. ഞാൻ അമ്മയെക്കുറിച്ച് സാറിനുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. എന്റെ അമ്മയെപ്പറ്റി എനിക്കറിയാവുന്നത്ര കാര്യങ്ങൾ സുനിലിന് അറിയില്ലല്ലോ. ഞാൻ അവരുടെ മകളല്ലേ. ആവശ്യം വേണ്ടി വന്നാൽ ഞാൻ നിങ്ങളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം. ബൈ ദ വൈ, കുറച്ചു കാലം നിങ്ങൾ സുനിലുമായി പിണങ്ങി വീട്ടിൽ പോയി നിന്നില്ലേ? സാർ, അത് പക്ഷേ സുനിലിന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ തെറ്റിദ്ധാരണ കൊണ്ടാ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ പോയോ? പോയി. എനിക്കത്രേ നിങ്ങളിൽ നിന്നറിയാനുള്ളൂ. സുനിൽ, പറയുന്ന അനുസരിക്ക്. വന്ന് ജീപ്പിൽ കയറ്. ഞങ്ങൾ സുനിലിനെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. ചില വിവരങ്ങൾ ചോദിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം, അത്രേ ഉള്ളൂ. അതിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ സാർ? ഇവിടെ ഇരുന്നും ആകാമല്ലോ. നിങ്ങൾ ടീച്ചറായിരുന്ന സ്ത്രീയല്ലേ? എന്നിട്ടും എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? സ്കൂളിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിലിരുന്നാണോ നിങ്ങൾ ചെയ്തിരുന്നത്? സുനിൽ, സമയം കളയാതെ ജീപ്പിൽ കയറ്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം.